നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഫതഹുൽ ഫത്താഹ് മാതൃകയാണെന്ന സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. അത്തിപ്പറ്റ ഫതഹുൽ ഫത്താഹ് മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഏറെ ഉപകരിക്കുന്നതും മാതൃകയാക്കുവാൻ പറ്റുന്നതുമാണ്. അത്തിപ്പറ്റ ഉസ്താദ് വിഭാവനം ചെയ്ത വഴികളിലൂടെയുള്ള ഗമനം മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ ഊർജവമാകുന്നു. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് സ്ഥാപിച്ച ഫതഹുൽ ഫത്താഹിന്റെ ആഭിമുഖ്യത്തിൽ ദുബായ് അൽ നഹ്ദ ലാവൻഡർ ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ മുനവർ അലി ശിഹാബ് തങ്ങൾ. ഫതഹുൽ ഫത്താഹ് നടത്തിക്കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തങ്ങൾ വിശദീകരിച്ചു. സ്ഥാപനത്തിന് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രഖ്യാപനവും തങ്ങൾ നടത്തി. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസ ആരോഗ്യ ശുശ്രൂഷ നൽകുന്ന പദ്ധതിയാണ് തങ്ങൾ പ്രഖ്യാപിച്ചത്. കോട്ടക്കൽ മണ്ഡലം MLA സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അൻവർ അമീൻ റീജൻസി, അൻവർ നഹ ദുബായ്, സുലൈമാൻ ഹാജി യൂണിക് വേൾഡ്, അബ്ദുൽ ഗഫൂർ ഖാസിമി കുണ്ടൂർ, ഫതഹുൽ ഫത്താഹ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി CP ഹംസ ഹാജി അത്തിപ്പറ്റ, CV കുഞ്ഞു മാറാക്കര, ബാബു എടക്കുളം, റഫീഖ് അൽ മയാർ, സിറാജ് ആസ്റ്റർ, മാനുട്ടി ദുബായ്, റസാഖ് വളാഞ്ചേരി, സിറാജുദ്ദീൻ ഫൈസി മംഗലാപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇവിടെ വരാനും ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചു കൂടാനും ഇതുപോലെ സംസാരിക്കുന്നതിനും ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും നമുക്ക് കഴിയാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയല്ല, ആരോഗ്യവും ആഫിയത്തും ശാരീരികവും സാമ്പത്തികവും മറ്റെല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇതില്ലാത്ത അഥവാ നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം വിടഞ്ഞ് വിശപ്പിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടി അള്ളാഹു നിശ്ചയിച്ച് നൽകിയ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം അടക്കം എല്ലാ തരത്തിലും നമുക്കിത് നൽകുമ്പോൾ ഇതിനപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഇതിനൊന്നും കഴിയാത്ത, ഇങ്ങനെയൊന്നിരിക്കാൻ കഴിയാത്ത, നമ്മുടെയൊക്കെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്ത് കഴിക്കാൻ കഴിയാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ മാത്രമല്ല, സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക, അവരോട് സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കുക, ജീവിതമനുസരിച്ച് ക്രമീകരിക്കുക എന്നത് വിശ്വാസപരമായ ഒരു കടമയാണ്, സാമൂഹികപരമായ ഒരു കടമയാണ്. നമ്മുടെ ആത്മീയ തേജോമയത്തിൻ്റെ ഒരു നക്ഷത്ര വിശുദ്ധിയോടെ നമുക്ക് അരികിൽ നിന്ന് പോയ ഒരു മഹാമനീഷി അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഓർമ്മകളുടെ സൗഭകം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. മൗനത്തിൻ്റെ സൗന്ദര്യം എന്തായിരുന്നു എന്ന് തൻ്റെ വിശ്വാസദാർഢ്യത്തിൻ്റെയും വിശ്വാസ വിശുദ്ധിയുടെയും നറുമണം കൊണ്ട് മാതൃകകളൊക്കെ കടലെടുത്തു പോകുന്ന കാലത്ത് നമുക്ക് എക്കാലത്തും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു മഹാസൂഫി വര്യൻ്റെ ഓർമ്മകളുടെ ഒരു തുടുപ്പിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം സ്വപ്നം കണ്ട ഒരു വലിയ പ്രൊജക്റ്റ്, അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. കേരളീയ രാഷ്ട്രീയ ആത്മീയ സൗഗന്ധിക അന്തരീക്ഷത്തിൽ ഒരു നക്ഷത്ര വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്, പാണക്കാട് കുടുംബം. അതിങ്ങേ തലക്കിൽ നിന്നുകൊണ്ട് അതിനെല്ലാ അർത്ഥത്തിലും വളരെ പക്വമായി, സുതാര്യമായി, വിശുദ്ധമായി, പ്രകാശമായി ആ വലിയ മനുഷ്യനാണ് മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഈ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുന്നിൽ നിന്ന് തേരി നയിക്കുന്നത് എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. മഹാനായ തത്വചിന്തകൻ ഗസാലി ഇമാമിനോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അത്രേ, അല്ലയോ ഇമാം,
ദൈവം നീതിമാനല്ലല്ലോ. ഒരു നാട്ടിൽ ദൈവം പാവപ്പെട്ട കുറച്ച് മനുഷ്യരെ സൃഷ്ടിക്കുന്നു, അതേ നാട്ടിൽ പണക്കാരായ കുറെ മനുഷ്യരെയും സൃഷ്ടിക്കുന്നു. ശാരീരികമായ വൈകല്യങ്ങളുള്ള കുറെ മനുഷ്യർ ഒരു നാട്ടിൽ ദൈവം സൃഷ്ടിക്കുന്നു, എന്നാൽ അതേ നാട്ടിൽ തന്നെ ആരോഗ്യമുള്ള മനുഷ്യരെയും ദൈവം സൃഷ്ടിക്കുന്നു. എങ്ങനെയാണ് ദൈവം നീതിമാനാവുക എന്ന് ഇമാമ മനുഷ്യനോട് പറഞ്ഞു അത്രേ, ദൈവം നീതിമാനാണ്. ഒരു നാട്ടിൽ പാവപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതേ നാട്ടിൽ ആ മനുഷ്യരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ തക്ക കഴിവുള്ള മനുഷ്യരെയും ദൈവം സൃഷ്ടിക്കുന്നുണ്ട്. ശാരീരികമായി അവശതകളുള്ള വൈകല്യങ്ങളുള്ള മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതേ നാട്ടിൽ ആ മനുഷ്യർക്ക് താങ്ങാവാൻ കഴിയുന്ന അനേകം മനുഷ്യരെയും ദൈവം സൃഷ്ടിക്കുന്നുണ്ട്. വലിയ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ബഹുമാന്യനായ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. അവരുടെയൊക്കെ ശിഷ്യത്വം നേടി അവരുടെ ആത്മീയത നുകർന്നുകൊണ്ട് ആത്മീയത എൻ്റെ വ്യക്തിജീവിതത്തിൽ മാത്രം അതെടുത്തു നിർത്താതെ അതിൻ്റെ സംസ്കരണം അത് സമൂഹത്തിൽ കൂടി ഉണ്ടാവണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്താണ്. അദ്ദേഹം എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവരൊക്കെ അള്ളാഹുലേക്ക് അടുക്കാൻ സഹായമാകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് ആ സ്ഥലം നമുക്ക് മുഴുവനും നമുക്ക് സ്വന്തമാക്കണം. അതിനെ നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ള നിങ്ങൾ ഇത് ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടായാൽ മാത്രമാണ് നമുക്കത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവരും നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങളുടെ എല്ലാ രീതിയിലും ആത്മാർത്ഥമായ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കണം. അള്ളാഹു സാലിൻ്റെ കൂടെ നടന്ന ജനാത്തിലും ടൈമിൽ ഒരുമിച്ച് കൂട്ടുപോകാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം നിർവഹിക്കുന്നു.